എങ്ങാനും CPM വീട് വെച്ച് കൊടുക്കരുതേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ പ്രകൃതിയോട്. എങ്ങാനും കൊടുത്തു പോയാൽ ആ വീടിൻ്റെ ബലം, നമ്മുടെ ഈ ഭൂഗുരത്തോ ബലത്തെ ഒന്നും താങ്ങാനുള്ള ശേഷിയൊന്നും CPM വെച്ച് കൊടുക്കുന്ന വീടിൻ്റെ മേൽക്കൂരയ്ക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രിയപ്പെട്ട സുരേഷ് ഗോപി, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന താങ്കളുടെ ആ വലിപ്പത്തിന് നല്ല ചെറുപ്പം വന്നു കേട്ടോ. നന്നായിട്ട് ചെറുപ്പപ്പെട്ടു താങ്കൾ. ഇന്നലെ ആ കൊച്ചു വേലായുധൻ ചേട്ടൻ താങ്കളുടെ മുന്നിൽ ഒരു നിവേദനവുമായി വരുന്നു. ആ നിവേദനം എത്ര നിസ്സാരമായിട്ടാണ് അത് നിരസിച്ചു കളഞ്ഞത്. ഞാൻ ഒരിക്കലും അത് ആസ്വദിക്കുന്ന ഒരാളല്ല, എനിക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ താങ്കളുടെ ആ പ്രവൃത്തിയെ ന്യായീകരിക്കാനും അതൊരു വലിയ നല്ല സംഭവമാണ്, നല്ല നീക്കമാണ് എന്ന് പറയാൻ. കാരണം എങ്ങനെയാണത് പറയുന്നത്, എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? സുരേഷ് ഗോപി പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ. ഇതൊക്കെ സിനിമകളിൽ കൊള്ളാം. നിത്യജീവിതത്തിൽ ഒരു സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ കേൾക്കാനായി ഒരു കലിങ്ക് സംവാദം എന്ന പേരുമിട്ടുകൊണ്ട് താങ്കൾ ഒരു പരിപാടി നടപ്പിലാക്കുമ്പോൾ താങ്കൾക്ക് പറ്റുന്നതേ ചെയ്യൂ എങ്കിൽ, ചെയ്യുന്നതേ പറയൂ എങ്കിൽ, എന്തൊക്കെ ഈ ഒരു കലിങ്ക് സംവാദത്തിൽ എനിക്ക് സാധ്യമാകും, എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയും, എന്തെല്ലാം കാര്യങ്ങൾ സാധിക്കില്ല എന്നുള്ളത് നേരത്തെ അറിയിക്കണം അല്ലേ? ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ. എങ്ങനെയാണ് പറയാൻ പറ്റുക ഒരു ജനപ്രതിനിധിക്ക്, ഒരു പൊതുപ്രവർത്തകന്, ഒരു മന്ത്രിക്ക് അത് എൻ്റെ പണിയല്ല, അല്ലെങ്കിൽ അത് ഞാനല്ല ചെയ്യേണ്ടത്? എങ്ങനെയാ പറയാൻ പറ്റുക? ആ കൊച്ചുവേലായുധൻ ചേട്ടൻ്റെ പ്രായം ഒന്ന് ആലോചിക്കണ്ടേ? ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ ആ മനുഷ്യൻ ഒരുപക്ഷെ അത്ര കണ്ട് വിജയകരമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ ആ മനുഷ്യന് സാധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ ഒരു തെങ്ങു വീണ് തകർന്ന വീട് 2 കൊല്ലമായിട്ടും നേരെയാക്കാൻ സാധിക്കാതെ ആ മനുഷ്യൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായി അത്രത്തോളം നിസ്സഹായത ആ മനുഷ്യൻ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കില്ലേ സുരേഷ് ഗോപി അങ്ങനെ ഒരു മനുഷ്യൻ താങ്കളുടെ മുന്നിലേക്ക് വരുന്നത്? താങ്കളൊരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ടല്ലല്ലോ അവിടെ ഇരിക്കുന്നത്. താങ്കൾ ആ നാട്ടിലെ ജനങ്ങളുടെ പ്രതിനിധിയായി അവരുടെ വോട്ട് നേടി വിജയിച്ച് മന്ത്രിയായി മാറിയിരിക്കുന്ന ഒരു മനുഷ്യൻ. ദയാവായ്പോടുകൂടി ആ മനുഷ്യൻ വരുന്നത് കണ്ട് അദ്ദേഹത്തോട് ഒന്ന് കുശലം ചോദിച്ച് എന്താണ് ആ നിവേദനത്തിൽ, എന്താണ് അദ്ദേഹത്തിൻ്റെ ആവലാതി, എന്താണ് പറയാനുള്ളതെന്ന് കേട്ട് പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്തു കൊടുക്കുക. പറ്റാത്തതാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പറ്റുന്നില്ല, എന്താണ് സാഹചര്യം എന്ന് പറഞ്ഞു കൊടുക്കുക. പക്ഷെ അതുപോലും ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ ഈ സമൂഹം എന്ന് പറയുന്ന സംവിധാനം, ആ സംവിധാനത്തിൻ്റെ നടത്തിപ്പിനായിട്ട് ചില ചിട്ടവട്ടങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ എം പി എന്ന നിലയിൽ എനിക്കിതേ പറ്റൂ, അല്ലെങ്കിൽ മന്ത്രി എന്ന നിലയിൽ എനിക്കിതേ സാധിക്കൂ, അങ്ങനെ പറയുന്നതിനകത്ത് അർത്ഥമില്ല. ഒരു സാധാരണ പൗരനാണെങ്കിൽ കൂടി ഒരു വ്യക്തി സഹായം ചോദിച്ചാൽ ആ സഹായത്തിന് എന്ത് പൊത്തിരുത്താൻ കാണാൻ കഴിയുമെന്ന് പറയുന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വേണ്ടേ? ഞാൻ ഒരിക്കൽ പോലും താങ്കളെ വിമർശിച്ചുകൊണ്ട് ഈ ഇടത്തിൽ സംസാരിച്ചിട്ടില്ലാത്ത ഒരാളാണ്. കാരണം അത് താങ്കൾ സിനിമാ നടനായതുകൊണ്ടല്ല താങ്കളെ പിന്തുണച്ച് ഞാൻ സംസാരിച്ചത്, താങ്കൾ BJP-കാരനായതുകൊണ്ടല്ല ഞാൻ പിന്തുണച്ച് സംസാരിച്ചത്, താങ്കൾ നായരായതുകൊണ്ടല്ല ഞാൻ പിന്തുണച്ച് സംസാരിച്ചത്, താങ്കൾ വലിയ സാമൂഹ്യ മൂല്യമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടല്ല ഞാൻ പിന്തുണച്ച് സംസാരിച്ചത്. പകരം താങ്കൾ വിമർശിക്കപ്പെട്ടതിനകത്ത് അന്യായമുണ്ടായിരുന്നു, താങ്കളുടെ ഭാഗത്ത് ശരിയുണ്ടായിരുന്നു, അല്ലെങ്കിൽ താങ്കൾ വിമർശിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ താങ്കളുടെ രാഷ്ട്രീയമുണ്ടായിരുന്നു, താങ്കളുടെ ജാതി ഉണ്ടായിരുന്നു, താങ്കളുടെ സ്വഭാവ സവിശേഷതകളോ പെരുമാറ്റ രീതികളോ ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നിലും താങ്കൾ തെറ്റായിരുന്നില്ല. ഞാൻ കണ്ട വിഷയങ്ങളിൽ ഒന്നിലെയും താങ്കൾ തെറ്റായിരുന്നില്ല. പക്ഷേ താങ്കളുടെ ശരിയെ പോലും തെറ്റായി മനസ്സിലാക്കാൻ, അങ്ങനെ ആരോപിക്കാൻ, അങ്ങനെ അവതരിപ്പിക്കാൻ ഒരു വലിയ സംഘം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ വളരെ കരുതലെടുക്കേണ്ട ഒരാളായിരുന്നില്ലേ താങ്കൾ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. താങ്കൾ ഈ കലിങ്ക് സംവാദം എന്ന് പറയുന്ന ഒരു പരിപാടി ആവിഷ്കരിക്കുമ്പോൾ അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി സത്യനന്ദിക്കാട് വന്നില്ലേ? സഹപ്രവർത്തകൻ മാത്രമല്ലല്ലോ അദ്ദേഹം താരമൂല്യമുള്ള, സുപ്രസിദ്ധനായിട്ടുള്ള, അത്യാവശ്യം നാട്ടുപരിചയമുള്ള ഒരു മനുഷ്യനാണല്ലേ. അപ്പോൾ അതിന് കുറേ കൂടി സ്വീകാര്യത കിട്ടും ഈ കലിങ്ക് സംവാദം എന്ന് പറയുന്ന പരിപാടി. പക്ഷെ ആ മനുഷ്യൻ ഉദ്ഘാടിച്ച, അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ ഇന്ന് ആ കലിങ്ക് സംവാദം അറിയപ്പെടുന്നത് ആരിലൂടെയാണ്? കൊച്ചു ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനിലൂടെയല്ലേ? അല്ലെങ്കിൽ കൊച്ചു ഗോവിന്ദനല്ലേ, കൊച്ചു വേലായുധൻ.
ആ മനുഷ്യൻ്റെ പേരിലല്ലേ അറിയപ്പെടുന്നത്? അത് ഒരു നിരസിക്കലിൻ്റെ പേരിലല്ലേ കലിംഗ സംവാദം ആഘോഷിക്കപ്പെടുന്നത്? അല്ലേ? താങ്കൾ കുറെ കൂടി കരുതലെടുക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷേ താങ്കളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, സിനിമാ നടൻ എന്ന നിലയിൽ താങ്കളെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, സൂപ്പർ താരം എന്ന നിലയിൽ താങ്കൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, അതേപോലെ താങ്കൾ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ അണികളും അനുഭാവികളും ഒക്കെ താങ്കളെ ഈ വിഷയത്തിൽ ന്യായീകരിക്കുമായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ വിഷയത്തിൽ താങ്കൾ ശരിയല്ല. അതുകൊണ്ടാണ് എൻ്റെ മനസ്സിലുള്ള താങ്കളുടെ വലിപ്പം ചെറുപ്പമായി പോയത്. അങ്ങനല്ല കൈകാര്യം ചെയ്യേണ്ടത്. കാരണം ആ കൊച്ചു വേലായുധൻ എന്ന് പറയുന്ന ആ ചേട്ടൻ എത്ര വോട്ടിപ്പോൾ ഇട്ട് കാണും ഈ ജീവിതത്തിൽ, ഈ ജീവിതകാലത്ത് എത്ര വോട്ടുകൾ ആ മനുഷ്യൻ നൽകിയിട്ടുണ്ടാവും? അതൊക്കെ ഒരുപക്ഷെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനോ അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോ ആയിരുന്നിരിക്കാം ആ വോട്ടുകൾ കൊടുത്തിട്ടുള്ളത്, അല്ലേ? ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കോൺഗ്രസ് പ്രസ്ഥാനവും ഒക്കെ ഈ നാട് ഭരിച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ വോട്ടുകൾ വാങ്ങിയ ഈ പാർട്ടികളൊന്നും കഴിഞ്ഞ 2 കൊല്ലമായി തെങ്ങു വീണ് തകർന്നു പോയിട്ടുള്ള എൻ്റെ വീട് നന്നാക്കാൻ ആരും ഒന്ന് സഹായിച്ചില്ല എന്ന് പറയുന്ന വേവലാതിയോടുകൂടി BJP-കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക്, മന്ത്രിയാണ്, MP ആണ്, ഒക്കെ ശരി തന്നെ, പക്ഷേ താങ്കൾ BJP-കാരനും കൂടിയാണ്. ആ മനുഷ്യൻ, ആ കൊച്ചു മനുഷ്യൻ, ആ വൃദ്ധൻ സഹായം തേടി താങ്കളുടെ മുന്നിലേക്ക് വരുമ്പോൾ താങ്കൾക്ക് അത് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ പരിശ്രമം, ഞാൻ മേൽനോട്ടം വഹിച്ചോളാം, ഇതൊന്നും ഞാനല്ല ചെയ്യേണ്ടത്. പക്ഷേ ചേട്ടൻ്റെ അവസ്ഥ മനസ്സിലാവുന്നു, സാമ്പത്തിക സാഹചര്യം പിടികിട്ടുന്നുണ്ട്, സഹായിക്കാൻ സന്മനസ്സും എനിക്കുണ്ട്, ഞാനത് ചെയ്യാം, ചെയ്യിപ്പിക്കേണ്ടവരോട് ഞാൻ അഭ്യർത്ഥിക്കാം, അവരുടെ പിന്നാലെ നിൽക്കാം, ചേട്ടന് ഗുണപരമാകുന്ന നിലയിലുള്ള നീക്കം ഞാൻ നടത്തിക്കാമെന്ന് പറഞ്ഞാൽ ആ മനുഷ്യനൊരു ആശ്വാസമാണ്. കാരണം താങ്കളെ ഇങ്ങനെ ഉറ്റുനോക്കുന്ന വലിയ ശത്രുക്കൂട്ടം താങ്കളുടെ ചുറ്റുമുണ്ട്. നല്ലത് ചെയ്താൽ പോലും ആ നല്ലതിനെ ചീത്തയാക്കാൻ ശ്രമിക്കുന്ന വലിയൊരു സംഘം. അങ്ങനെ ഉള്ളിടത്താണ് ഇത്ര ആലോചനയില്ലാതെ താങ്കൾ പെരുമാറുന്നത്. സങ്കടകരമാണ് അവസ്ഥ. ഇതൊരു പെരുമാറ്റ വൈകല്യമല്ല. ഞാൻ പറയുന്നു, ശ്രീ സുരേഷ് ഗോപി, താങ്കൾ എന്നേക്കാൾ നല്ല പ്രായമുള്ള ഒരു മനുഷ്യനാണ്. പ്രായം എന്ന് പറയുന്നത് കുറവായിട്ടല്ല പറഞ്ഞത്, അത്രത്തോളം ബഹുമാനത്തോടെയാണ് പറഞ്ഞത്. എന്നേക്കാൾ മുതിർന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ മനുഷ്യരെ കാണുന്നത് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഭാവത്തിലൂടെയാണ്. അയാൾ എന്താണ് എന്നുള്ളതല്ല, മനുഷ്യരോടുള്ള മനോഭാവം, സമൂഹത്തോടുള്ള മനോഭാവം, ആ മനോഭാവമാണ് ഒരു മനുഷ്യനെ നിർവചിക്കുന്നത്, അയാൾ എന്താണെന്നുള്ളത്. ഈ പറയുന്ന ഒരു ഗതികെട്ട ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതകാലം മുഴുവൻ ജീവിച്ചിട്ട് ഒന്നും ആകാൻ കഴിയാതെ വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കെട്ടുറപ്പുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു വീട്ടിൽ താമസിക്കാൻ ആ വ്യക്തി ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതിനായിട്ടൊരു പരിശ്രമം നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, യാചന മാത്രമായിരിക്കാം ആ പരിശ്രമം. കാരണം അതിനുള്ള ആവതേ ഇപ്പോൾ ഉള്ളൂ. ആ വ്യക്തിയെ കൂടുതൽ കഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ നേരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞൊരു വാഗ്ദാനം കൊടുത്തു. ആ വാഗ്ദാനം എങ്ങാനും കഷ്ടകാലത്തിന് അവർ പ്രാവർത്തികമാക്കുകയാണ്, പാലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, കാരണം ഇപ്പോൾ ഇതൊരു വലിയ വിവാദമായി, ജനശ്രദ്ധ കിട്ടി. ഉടനെ തന്നെ സുരേഷ് ഗോപി നിരസിച്ച ആ വൃദ്ധന് ഞങ്ങൾ വീട് നൽകുന്നു എന്ന് പറയാൻ നാണമില്ലാത്തത് കൊണ്ടാണ് അവന്മാരത് പറയുന്നത്. പക്ഷേ അങ്ങനെ എങ്ങാനും ഒരു കൂര കെട്ടിക്കൊടുത്ത് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, മിച്ചമുള്ള ആയുസ്സാണ് ആ കൂരയ്ക്ക് കീഴിൽ ഈ മനുഷ്യനെ കിടക്കേണ്ടി വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അപകടകരമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം ഇവന്മാർ വെക്കുന്ന വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുസത്യം മരിക്കാൻ ആ വീട് അനുവദിക്കുക എന്നുള്ളത് നമ്മൾ ആലോചിക്കണ്ടേ? അത്തരമൊരു സാഹചര്യമാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള സാഹചര്യം. ഈ നിരസിക്കൽ കൊണ്ട് ഏറ്റവും ആ മനുഷ്യനോടായിട്ടുള്ള അപകടം എന്ന് പറയുന്നത്, ആ മനുഷ്യൻ നേരിടാൻ പോകുന്ന ഭീഷണി എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെങ്ങാനും വീട് വെച്ച് കൊടുക്കുമോ എന്ന് പറയുന്ന ഒരു ഭീഷണിയുടെ നിഴലിലായിപ്പോയി ആ വൃദ്ധ ജീവിതം. അതിനുള്ള സാഹചര്യമാണ് സൃഷ്ടിച്ചു കൊടുത്തത് ശ്രീ സുരേഷ് ഗോപി. തീർച്ചയായിട്ടും ഈ പോങ്ങന് കടുത്ത സങ്കടമുണ്ട് അക്കാര്യത്തിൽ. അങ്ങനെ ആയിരുന്നില്ല പെരുമാറേണ്ടത്. കാരണം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ തീർച്ചയായിട്ടും വളരെ ഉത്തരവാദിത്വം കാണിക്കണമായിരുന്നു. കരുണയാണ് വേണ്ടതെന്നേ, കരുണയാണ് വേണ്ടത്. പൊതുജനസേവകൻ, ഒരു മനുഷ്യൻ നമ്മുടെ മുന്നിലേക്ക് പരാതിയുമായി വരുന്ന സാഹചര്യം ഉണ്ടാക്കലല്ല, അങ്ങോട്ടേക്ക് പോയി പാവപ്പെട്ടവനെ വേട്ടയാടി പിടിച്ച് അവൻ്റെ ജീവിതത്തിന് സമൃദ്ധി പകരാനുള്ള ഒരു സംവിധാനമായിരിക്കണം ഇനി വേണ്ടത്. അതല്ലാതെ ഒരിടത്തിരുന്നിട്ട് പാവപ്പെട്ടവർ ആവലാതിയും പരാതിയുമായി അവരുടെ മുന്നിലേക്ക് ചെല്ലുന്നത് പോലും തെണ്ടിത്തരമാണ്. ചെയ്യിപ്പിക്കരുത്. ഈ സമൂഹത്തിൽ എത്ര പാവപ്പെട്ടവരുണ്ട് എന്ന് ഒരു മന്ത്രിക്കോ ജനപ്രതിനിധിക്കോ പൊതുപ്രവർത്തകനോ അറിയണം. അവരുടെ നിസ്സഹായതകൾ തിരിച്ചറിയണം.
അങ്ങോട്ടേക്ക് പോയി അവരെ സഹായിക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം. എൻ്റെ മുന്നിൽ എന്നെക്കാൾ പാവപ്പെട്ട ഒരു മനുഷ്യൻ വന്ന് നിന്നു പോയി കഴിഞ്ഞാൽ കുറ്റബോധത്തോടു കൂടിയാണ് ഞാൻ ആ മനുഷ്യനെ നേരിടുന്നത്. അയാളെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ആ മനുഷ്യനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്കറിയാം, എന്നേക്കാൾ ദരിദ്രനായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ സമൂഹത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ എവിടെയോ എനിക്കൊരു പിശകുണ്ട്. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. എവിടെയോ എനിക്കൊരു തകരാറുണ്ട്. കാരണം ഈ ഭൂമി, നമ്മുടെ ഈ സൗകര്യങ്ങൾ, ഈ പ്രപഞ്ചം, ഇവിടെ ജനിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ എവിടെയൊക്കെ എന്തൊക്കെയോ തട്ടുകേടുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, അസമത്വങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. കഴിവ് മാത്രമാണോ ഒരു മനുഷ്യനെ സമ്പന്നനാക്കുന്നത്? പ്രയത്നം മാത്രമാണോ ഒരു മനുഷ്യനെ സമ്പന്നനാക്കുന്നത്? പരിശ്രമം മാത്രമാണോ ഒരു മനുഷ്യനെ വലുതാക്കുന്നത്? അല്ലേ? കഴിവുള്ള എല്ലാവരും നന്നാവുന്നില്ല, കഴിവുകെട്ട എല്ലാവരും നശിക്കുന്നില്ല, അല്ലേ? അപ്പം എന്തോ ഒരു ഈ നമ്മുടെ സമൂഹം എന്ന് പറയുന്ന ഈ സംവിധാനത്തിന് എന്തൊക്കെയോ ചുഴിക്കുത്തുകളുണ്ട്. ഏറ്റവും അതൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന നല്ല കാലം എന്ന് പറയുന്നത് ഡിജിറ്റൽ യുഗമാണ്. കാരണം ഓരോ വ്യക്തിയെയും ഇന്ന് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓരോ വ്യക്തിയുടെയും സ്വരം നമുക്കിന്ന് ശ്രദ്ധിച്ചാൽ കേൾക്കാൻ പറ്റുന്നു. അങ്ങനെ ഒരു കാലത്ത് ജീവിക്കുമ്പോൾ ഒരു കലുങ്ക് സംവാദം നല്ലതാണ്. ഗൃഹാതിരത്വമുണ്ട് അതിനകത്ത്, പഴമയിലേക്കുള്ള മടക്കമുണ്ട്. പക്ഷേ മാടമ്പിത്തരമല്ല പെരുമാറ്റത്തിൽ വേണ്ടത്. ഒരാൾ വന്ന് നമ്മളുടെ മുന്നിലേക്ക് ആവലാതിയുമായി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെ വന്നുവെങ്കിൽ ആ ഇറങ്ങി നിന്ന് താണ് കുമ്പിട്ടുകൊണ്ട് എന്തു പറ്റി നിങ്ങളുടെ ജീവിതത്തിന്, അത് ചോദിക്കാൻ ഒരു ജനപ്രതിനിധിക്ക് സാധിക്കണം. അടിമയാണ് ജനപ്രതിനിധി, സേവിക്കേണ്ടവനാണ്. ആ നിലയിൽ തന്നെ നിൽക്കണം. തല ഉയർത്തിപ്പിടിച്ച് നോക്കരുത്. പല നിലയിലും താങ്കളുടെ സംസാരം, ഉപയോഗിക്കുന്ന വാക്കുകൾ, കഴിഞ്ഞ പ്രാവശ്യം ഒരു വാക്ക് താങ്കൾ ഉപയോഗിച്ചു. എനിക്ക് വിമർശന ബുദ്ധിയോടുകൂടി അതിനെ സമീപിക്കണമെന്ന് തോന്നിയതാണ്. ഞാൻ മിണ്ടാതിരുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിനകത്തും പറ്റുന്ന പിശക് മാത്രമാണ്. അല്ലാതെ താങ്കൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പ്രജ എന്ന് പറയുന്ന വാക്ക്, കാരണം പ്രജ രാജഭരണകാലത്താണ് ആ വാക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ജനാധിപത്യത്തിൽ പൗരനാണ്. പ്രജയേക്കാൾ ഗതികെട്ടാണ് പൗരന്മാർ കഴിയുന്നതെങ്കിൽ പോലും ഒരു ജനപ്രതിനിധിയുടെ വായിൽ നിന്ന് വരരുത് പ്രജ എന്നുള്ള വാക്ക്. പക്ഷെ അതും താങ്കൾ മനഃപൂർവ്വം പറഞ്ഞതല്ല എന്ന് എനിക്ക് മനസ്സിലായി. സാധുവാണ് താങ്കൾ, അത് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. വ്യക്തിപരമായി താങ്കൾ എനിക്ക് ഒരു പരിചയവുമില്ല എങ്കിൽ പോലും താങ്കൾ ഒരു ശുദ്ധനാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ പറയുന്നത്. താങ്കൾ ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കപ്പെട്ട ഒന്നാണ് അടുത്ത ജന്മം എനിക്ക് ബ്രാഹ്മണനാവണം എന്ന് പറഞ്ഞത്, അല്ലെ? സമാനമായ എന്തോ പ്രയോഗം നടത്തി. അതിലും ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല സുരേഷ് ഗോപി. കാരണം താങ്കൾ എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ശബരിമല ശാസ്താവിനെ ഏറ്റവും തൊട്ടടുത്ത് സ്പർശിക്കാൻ കഴിയുന്ന, നമുക്ക് ദർശിക്കാനേ പറ്റൂ, സ്പർശിക്കാൻ കഴിയുന്നത് ബ്രാഹ്മണന്മാർക്കാണ് നിലവിലെങ്കിലും, അല്ലേ? താങ്കൾ ആ ഭഗവാനോടുള്ള ഇഷ്ടത്തെയാണ് ആ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചത്. ആ വാക്കുകൾ, അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ താങ്കൾ ഉപയോഗിച്ചത് ഞാൻ അടുത്ത ജന്മമെങ്കിലും ഞാൻ ബ്രാഹ്മണനായിരുന്നുവെങ്കിൽ എന്നാണ്. അതിൻ്റെ അർത്ഥം ഭഗവാനെ ഒന്ന് സ്പർശിക്കാൻ കഴിയുന്ന അത്രയും അടുപ്പം ഇപ്പോൾ എനിക്ക് ദർശിക്കാനേ സാധിക്കുന്നുള്ളൂ. ഭഗവാനെ സ്പർശിക്കാൻ സാധിക്കുന്നത് അവിടുത്തെ പോറ്റിമാരായിട്ടുള്ള, പൂജാരിമാരായിട്ടുള്ള നമ്പൂതിരിമാർക്ക് മാത്രമാണ്. അതാണ് താങ്കൾ ഉദ്ദേശിച്ചത്. പക്ഷേ എത്രത്തോളം മോശമായി താങ്കളെ ഇവിടെയുള്ള മലയാളികൾ, പ്രബുദ്ധ മലയാളികൾ അധിക്ഷേപിച്ചു. അത് അവരുടെ വിവരമില്ലായ്മയാണ്. പക്ഷെ വിവരമില്ലാത്ത മനുഷ്യരുടെ എണ്ണം പെരുകിക്കഴിഞ്ഞാൽ വിവരമുള്ള മനുഷ്യർ സൂക്ഷിക്കണം, ബുദ്ധിമാന്മാർ സൂക്ഷിക്കണം, സന്മനസ്സുള്ളവർ സൂക്ഷിക്കണം, നന്മയുള്ളവർ സൂക്ഷിക്കണം. അതുകൊണ്ട് സുരേഷ് ഗോപി അടിമുടി സൂക്ഷിക്കണം, സമൂലം സൂക്ഷിക്കണം. ഓരോ വാക്കും, ഓരോ ഭാവവും, ഓരോ പ്രവൃത്തിയും സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. കാരണം ഈ നാട് അത്ര കെട്ട നാടാണ്. എല്ലാത്തിലും മോശം കാണുന്ന, എന്തിലും രാഷ്ട്രീയം കാണുന്ന, എന്നാൽ യഥാർത്ഥ രാഷ്ട്രീയം എന്താണ് എന്ന് യാതൊരു ബോധവുമില്ലാത്ത രാഷ്ട്രീയ ജീവികളാണ് മലയാളികൾ. അതുകൊണ്ട് എല്ലാ നിലയിലും വിമർശിക്കപ്പെടാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് താങ്കൾ ഓരോ കാര്യങ്ങളും ചെയ്യണം. എങ്കിലേ ആ പ്രസ്ഥാനത്തിനും ഗുണമുണ്ടാവൂ, ഈ നാടിനും ഗുണമുണ്ടാവൂ, അല്ലേ? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സുരേഷ് ഗോപിയുടെ വലിപ്പത്തിന് അല്പം ചെറുപ്പം ബാധിച്ചു. ആ വിഷമമാണ് ഞാൻ പങ്കിടുന്നത്. താങ്കളൊരു നടൻ കൂടിയാണ്. കുറഞ്ഞ പക്ഷം മനുഷ്യരുടെ മുന്നിൽ വിനയവും സ്നേഹവും ദയയും കരുണയും മനുഷ്യപ്പറ്റും എളിമയും ബഹുമാനവും ആദരവും ഒക്കെ ഒന്ന് അഭിനയിക്കുകയെങ്കിലും ചെയ്യണം.
അല്ലാതെ എന്താ പറയണ്ടേ? ഒന്നുമില്ല. സങ്കടമാണ് അവസ്ഥ. ഈ പറയുന്ന കൊച്ചുവേലായുധൻ ചേട്ടൻ്റെ ജീവിതത്തിൽ താങ്കൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ പരുക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നിവേദനം നിരസിച്ചത് വഴി ആ മനുഷ്യന് വീട് വെച്ച് കൊടുക്കാൻ CPM എടുത്ത തീരുമാനം. അതാണ് ഇതുവരെ അദ്ദേഹം നയിച്ച കഷ്ടകാലം പിടിച്ച ആ ജീവിതത്തെക്കാൾ എത്ര തികവൊത്ത ഭീഷണിയാണ് ഇനി മിച്ചമുള്ള കാലം ആ മനുഷ്യന് അനുഭവിക്കേണ്ടി വരിക. എങ്ങാനും CPM വീട് വെച്ച് കൊടുക്കരുതേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ പ്രകൃതിയോട്. എങ്ങാനും കൊടുത്തു പോയാൽ ആ വീടിന്റെ ബലം, നമ്മുടെ ഈ ഭൂഗുരത്തോ ബലത്തെ ഒന്നും താങ്ങാനുള്ള ശേഷിയൊന്നും CPM വെച്ച് കൊടുക്കുന്ന വീടിന്റെ മേൽക്കൂരയ്ക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത്രയൊന്നും CPM വളർന്നിട്ടില്ല. നമ്മുടെ ഭൂഗുരുത്വ ബലത്തെ മറ്റുമൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന അത്ര മഹത്വമൊന്നും CPM നേടിയെടുത്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പം സുരേഷ് ഗോപി നിരസിച്ചതുവഴി ഒരു വലിയ സ്വീകാര്യതയും പെരുമയും കീർത്തിയുമൊക്കെ വന്നിട്ടുള്ള ആ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ട് കഴിഞ്ഞാൽ പൊട്ടന്മാർ കൈയടിക്കും, അത് ശരിയാണ്. പക്ഷെ ആ മനുഷ്യൻ്റെ അതങ്ങനെ സാധിച്ചു പോയാൽ, വാഗ്ദാനമായിട്ടാണ് കിടക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. വാഗ്ദാനമല്ലേ, സാരമില്ല. 10 വോട്ട് കിട്ടാൻ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പൊയ്ക്കോട്ടെ. പക്ഷെ എങ്ങാനും കൂര വെച്ച് കൊടുത്തു പോയാൽ അതിൻ്റെ ഉത്തരവാദിത്വമാണ് സുരേഷ് ഗോപി ഏറ്റെടുക്കേണ്ടത്. അതുകൊണ്ട് സുരേഷ് ഗോപി ഇത് വലിയ തെറ്റായിപ്പോയി, അബദ്ധമായിപ്പോയി, പിശകായിപ്പോയി. ക്ഷമയൊന്നും പറയാൻ നിൽക്കണ്ട. പക്ഷേ താങ്കൾ ആ തെറ്റ് അന്തസ്സായിട്ട് തിരുത്തണം. ഒരു ആലോചനക്കുറവിൻ്റെ അല്ലെങ്കിൽ ഒരു ചിന്തയിൽ വന്ന ഒരു ചെറിയ പാളിച്ചയിൽ, അതല്ലെങ്കിൽ ഉദ്ദേശിച്ച നിലയിൽ എനിക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയാതെ പോയതിലുള്ള ആ ഒരു വിഷമത്തിൽ താങ്കൾ ശരിയായ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു ബലമുള്ള പരിഹാരം, കെട്ടുറപ്പുള്ള ഒരു പരിഹാരം, മേൽക്കൂര ഇടിഞ്ഞു പോവാത്ത ഒരു പരിഹാരം ആ മനുഷ്യന് നൽകണം. നന്ദി. പിന്നെ ഇന്നലത്തെ പോങ്ങൻ്റെ വീഡിയോ കുറച്ചധികം ആൾക്കാർ കണ്ടിട്ടുണ്ട്. കുറച്ച് പേർ എന്നോട് വളരെ സഹിഷ്ണുതയോടെ പെരുമാറി, സഹകരണ ബുദ്ധിയോടുകൂടി എന്നെ സമീപിച്ചു, കുറച്ച് സ്നേഹം ചുരിഞ്ഞു, കുറച്ച് അധികം പേർ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു. കുറച്ച് കൂടുതൽ ആളുകൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ചാനലിൽ ഈ സബ്സ്ക്രിപ്ഷൻ ആ പട്ടിക അല്ലെങ്കിൽ ആ ഒരു എന്താ അതിന് പറയുന്നത്, ആ എണ്ണം ഒന്ന് പെരുകിയത്. ഒരു 110 ആളുകൾ ചാനൽ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തു. സ്നേഹം എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എൻ്റെ കണ്ണ് സന്തോഷം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഒപ്പം മറ്റേ ആ ചേട്ടൻ്റെ ദുരവസ്ഥ ഓർത്തപ്പോൾ അതുകൊണ്ട് എനിക്ക് സങ്കടത്തോടെയും എൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു എന്നുള്ളത് സത്യമാണ്. ഞാൻ കള്ളം പറയുന്നതല്ല, ശരിക്കും എനിക്ക് സങ്കടം വന്നു. പിന്നെ നമ്മൾ ഒരു ക്യാമറ ഓണാക്കി ലൈറ്റുമൊക്കെ അങ്ങനെ ഒപ്പിച്ചു വെച്ചതിന് ശേഷം നമ്മൾ വികാരാധീനനാവുന്നത് ഒരു ബോറൻ പരിപാടി ആയതുകൊണ്ട് ഞാൻ എൻ്റെ സങ്കടം അങ്ങ് ഒതുക്കുന്നു.